പറക്കും സതീശൻ. മുഖ്യമന്ത്രിയായതിനു ശേഷവും മുഖ്യമന്ത്രിയാകുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപും വി ഡി സതീശൻ നടത്തിയിട്ടുള്ള ഹെലികോപ്റ്റർ യാത്രകൾ വിവാദത്തിലായിരിക്കുകയാണ്. ഇതിലെ 2 യാത്രകൾ ഹെലികോപ്റ്ററിലായിരുന്നുവെങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നതിന് മുൻപ് നടത്തിയ യാത്ര ചാർട്ടേഡ് വിമാനത്തിലായിരുന്നു. എന്തിനാണ് വി ഡി സതീശൻ ഇത്തരത്തിൽ ഇടയ്ക്കിടെ ദുരൂഹമായ ചില യാത്രകൾ നടത്തുന്നത് എന്നുള്ളതാണ് ഇവിടെ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. കാരണം അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നമുക്കറിയാമല്ലോ മംഗലാപുരത്തേക്ക് പറന്ന കാര്യം. അന്ന് കൊച്ചിയിലെ ചാർട്ടേഡ് വിമാനത്തിൽ നിന്നാണ് അദ്ദേഹം മംഗലാപുരത്തേക്ക് പോയത്. അന്ന് അദ്ദേഹം അതിന് നൽകിയ വിശദീകരണം, ഞാൻ മൂകാംബിക ക്ഷേത്ര ദർശനത്തിനാണ് പുറപ്പെട്ടത് എന്നാണ്. ശരിയാണ്, അദ്ദേഹം മൂകാംബിക ക്ഷേത്രത്തിൽ പോയി അവിടെ തൊഴുകയൊക്കെ ചെയ്തു. അതിനുശേഷം നടന്നിട്ടുള്ള ചില രഹസ്യ കൂടിക്കാഴ്ചകളുടെ ദുരൂഹത ഇപ്പോഴും മാറിയിട്ടില്ല. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ച നടന്നിട്ടുള്ളത് NDA ഘടകകക്ഷിയായിട്ടുള്ള JDS നേതാവ് BM ഫറൂഖിനെ കണ്ടതാണ്. BM ഫറൂഖാണ് അന്ന് വി ഡി സതീശനെ ആദരിച്ച് ആതിഥേയനായി തൻ്റെ ഒപ്പം കൂട്ടിയത്. അന്ന് ആ കൂടിക്കാഴ്ച വലിയ തോതിൽ കോൺഗ്രസിലെ വിഭാഗീയതയുടെ ഭാഗമായി കൂടി പുറത്തു വന്നിരുന്നു. വലിയ വിവാദമാവുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം മംഗലാപുരത്ത് അദാനി പോർട്ടിന്റെ ഉന്നത ഉദ്യോഗസ്ഥനുമായി കൂടിക്കാഴ്ച നടത്തി. അങ്ങനെ 2 കൂടിക്കാഴ്ചകളാണ് അവിടെ നടന്നത്. ആ വിമാനം ആരാണ് ചാർട്ട് ചെയ്തത് എന്നതിനെ സംബന്ധിച്ച് ഇന്നും വ്യക്തതയില്ല. അദ്ദേഹം പറയുന്നത്, അന്നും ഇന്നും പറയുന്നത് താൻ മൂകാംബിക ദർശനത്തിന് പോയി എന്ന് മാത്രമാണ്. ഈ ചർച്ചയുടെ ഉള്ളടക്കം എന്താണെന്നോ എന്തിനു വേണ്ടിയിട്ടാണ് ഇവരെ കണ്ടതെന്നോ ഉള്ള കാര്യത്തെക്കുറിച്ച് അദ്ദേഹം ഇന്നും വ്യക്തമായ മറുപടി നൽകാൻ തയ്യാറായിട്ടില്ല. അതിനുശേഷമാണ് അദ്ദേഹം ഓഗസ്റ്റ് 3-ാം തീയതി തൻ്റെ ഭാര്യ പിതാവിനെ കാണാൻ വേണ്ടി ആലുവയിലേക്ക് പറന്നത്. കൊച്ചിയിലേക്കാണ് അദ്ദേഹം പറന്നത്. തിരുവനന്തപുരത്തെ ഗോൾഫ് ക്ലബിൽ നിന്നായിരുന്നു അദ്ദേഹം ഹെലികോപ്റ്ററിൽ പറന്നത്. ആ ഹെലികോപ്റ്ററിനെ കുറിച്ച് നമുക്കറിയാമല്ലോ, ചിപ്സൺ ഏവിയേഷന്റെ ഹെലികോപ്റ്ററാണ്. പ്രതിപക്ഷത്തായിരുന്നപ്പോൾ സതീശനടക്കം ഏറ്റവും കൂടുതൽ ആക്രമിച്ചത്, പിണറായി വിജയൻ സർക്കാരിനെ ആക്രമിച്ചത് ഈ ഒരു ഹെലികോപ്റ്ററിന്റെ പേരിൽ കൂടിയായിരുന്നു. അന്ന് VT ബൽറാം പറഞ്ഞത് എന്താണ്, ഒരു ഹെലികോപ്റ്റർ കിട്ടിയിരുന്നുവെങ്കിൽ, അതായത് ജയന്റെ ആ ഒരു ഡയലോഗ് കടമെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ജയനെ മിമിക് ചെയ്തുകൊണ്ട് ജയനെ അനുകരിച്ചുകൊണ്ടാണ് അന്ന് VT ബൽറാം പോസ്റ്റ് ചെയ്തത് FBയിൽ. അദ്ദേഹം ആ പോസ്റ്റിൽ ഇട്ടത് ഇങ്ങനെയാണ്, ഒരു ഹെലികോപ്റ്റർ കിട്ടിയിരുന്നെങ്കിൽ 7-8 പേരെ വെടിവെച്ച് കൊല്ലാമായിരുന്നു. ഇദ്ദേഹം വിജയനാണോ അതോ ജയനാണോ, അതായത് പിണറായി വിജയനാണോ അതോ അന്തരിച്ച പ്രമുഖ നടൻ ജയനാണല്ലോ ഹെലികോപ്റ്ററുമായി ബന്ധപ്പെട്ട് അപകടത്തിൽപ്പെട്ട് മരിക്കുന്നത്. അങ്ങനെ ജയനെ ഉദ്ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ജയനെ മിമിക് ചെയ്തുകൊണ്ട് ജയനെ അനുകരിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റായിരുന്നു അന്ന് VT ബൽറാം ഇട്ടിരുന്നത്. അങ്ങനെ പലതരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയും നേരിട്ടും കോൺഗ്രസ് നേതാക്കൾ ഈ ഒരു ചിപ്സൺ ഏവിയേഷൻ ലിമിറ്റഡിന്റെ ഹെലികോപ്റ്ററുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ പിണറായി സർക്കാരിനെ കടന്നാക്രമിച്ചിരുന്നു. അതായത് ഒരു മാസം 80 ലക്ഷം രൂപയാണ് ഈ ഹെലികോപ്റ്ററിന് പൊതുഖജനാവിൽ നിന്ന് കൊടുക്കുന്നത്. 25 മണിക്കൂർ പറക്കാൻ കഴിയും, ഒരു മാസത്തിൽ സൗജന്യമായി പറക്കാൻ കഴിയും. 26-ാമത്തെ മണിക്കൂർ പറന്നെങ്കിൽ അതിന് എക്സ്ട്രാ കാശ് കൊടുക്കണം. അതാണ് ഈ ഒരു ഹെലികോപ്റ്റർ വാടകയുമായി ബന്ധപ്പെട്ട കരാർ. അന്ന് ഏറ്റവും കൂടുതൽ വിമർശിച്ച അതേ വി ഡി സതീശൻ തന്നെയാണ് ഓഗസ്റ്റ് 3-ാം തീയതി അദ്ദേഹത്തിന്റെ ഭാര്യ പിതാവായിട്ടുള്ള വേലായുധൻ കുട്ടിയെ കാണാനായി ആലുവയിലേക്ക് പോയത്. ആലുവയിൽ അദ്ദേഹം ന്യൂമോണിയ ബാധിതനായി സ്വകാര്യ ആശുപത്രിയിൽ കഴിയുകയായിരുന്നു. അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ടാണ് പോയത് എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണം. അന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് പോയെങ്കിലും അന്ന് കാലാവസ്ഥ മോശമായതുകൊണ്ട് അദ്ദേഹം തിരികെ തിരുവനന്തപുരത്തെത്തുകയും വീണ്ടും കാലാവസ്ഥ അനുകൂലമായപ്പോൾ അതേ ഹെലികോപ്റ്ററിൽ തന്നെ, അതായത് ചിപ്സൺ ഏവിയേഷന്റെ അദ്ദേഹം പ്രതിപക്ഷത്തായിരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ വിമർശിച്ച അതേ ഹെലികോപ്റ്ററിൽ തന്നെയാണ് അദ്ദേഹം ആലുവയിലേക്ക് പോയതും പിന്നീട് വീണ്ടും തിരികെ വന്നതും. അന്ന് അദ്ദേഹം നൽകിയ വിശദീകരണം, എന്നെ കാത്ത് ചില നിക്ഷേപകർ കൊച്ചിയിലുണ്ടായിരുന്നു, അവരെ കാണാനായി ഞാൻ വന്ദേ ഭാരതിൽ പോകാനിരിക്കുകയായിരുന്നു, എന്നാൽ അവരുടെ തിരക്ക് പരിഗണിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഹെലികോപ്റ്ററിൽ ആലുവയിലെത്തിയത് എന്നാണ്, എറണാകുളത്തെത്തിയത് എന്നാണ് അദ്ദേഹം ഔദ്യോഗികമായി വിശദീകരിച്ചത്. മറ്റൊരു കാര്യം കൂടി അദ്ദേഹം അവിടെ പറഞ്ഞു, അതായത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഇതേ ഹെലികോപ്റ്റർ അദ്ദേഹം പാർട്ടി സമ്മേളനത്തിന് ഉപയോഗിച്ചില്ലേ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ മറ്റൊരു
പ്രതിചോദ്യം, മറുചോദ്യം അതായിരുന്നു, ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നെങ്കിൽ പിണറായി വിജയനും അന്ന് ഉപയോഗിച്ചിട്ടുണ്ട് എന്നായിരുന്നു അന്ന് സതീശൻ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷേ അവിടെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി മറച്ചു വെച്ചു. ആരാണ് ഈ കൊച്ചിയിലെത്തിയ നിക്ഷേപകർ, എന്തായിരുന്നു അവരുടെ ലക്ഷ്യം എന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം അന്ന് ഉരുണ്ട് കളിക്കുകയാണ് ചെയ്തത്. യാതൊരു തരത്തിലെ കൃത്യമായ വ്യക്തമായ മറുപടിയും ആ നിക്ഷേപകരെ സംബന്ധിച്ച് ഇന്നും ഇപ്പോഴും അദ്ദേഹത്തിന് നൽകാനായിട്ടില്ല. ഇനിയാണ് അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ ആകാശയാത്ര. ഇതും ചിപ്സൺ ഏവിയേഷന്റെ അതേ ഹെലികോപ്റ്റർ തന്നെയാണ്. അദ്ദേഹം കർണാടകയിലെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായിട്ടുള്ള മുഹമ്മദ് ഹാരിസ് നാലപ്പാടിൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കാനായിട്ടാണ് അദ്ദേഹം യാത്ര ചെയ്തത്. അതായത് കൊച്ചിയിലെ 2 പരിപാടികളുണ്ടായിരുന്നു. ആ പരിപാടികൾക്ക് ശേഷം അദ്ദേഹം കൊച്ചിയിലെ ഒരു 5 നക്ഷത്ര ഹോട്ടലിൻ്റെ ഹെലിപ്പാഡിലെത്തുന്നു. അവിടെ നിന്നാണ് ചിപ്സൺ ഏവിയേഷൻ്റെ ഹെലികോപ്റ്ററിൽ അദ്ദേഹം മംഗലാപുരത്തേക്ക് പറന്നത്. ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കാനായി. ഒരു യൂത്ത് കോൺഗ്രസ്, അദ്ദേഹം വലിയ ധനാഢ്യനാണ്, വലിയ വ്യവസായിയാണ്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ, അദ്ദേഹത്തിൻ്റെ മിടുക്കാണ് അത്തരം വ്യവസായി ആകുന്നതും അദ്ദേഹം ധനികനാകുന്നതും ഒക്കെ, അതിലൊന്നും നമുക്ക് പരാതിയില്ല. പക്ഷേ ഇപ്പോൾ എന്താണ് വി.ഡി. സതീശന് പറയാനുള്ളത്? എന്താണ് അദ്ദേഹം പ്രതിപക്ഷത്തായിരുന്നപ്പോൾ പറഞ്ഞത്? എന്താണ് ഭരണപക്ഷത്തായിരുന്നപ്പോൾ അദ്ദേഹം ചെയ്തത്? ഭരണത്തിൽ എത്തുന്നതിന് തൊട്ടു മുൻപ് തന്നെ അദ്ദേഹം വിമാനയാത്ര ചെയ്തു. അങ്ങനെ ഇവിടെ ദുരന്തമുണ്ടായപ്പോൾ ഓഗസ്റ്റ് 3-ാം തീയതി നമുക്കറിയാമല്ലോ, പ്രളയബാധിത സമയമായിരുന്നു അന്ന്. ആയിരക്കണക്കിന് പേർ പ്രളയത്തിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. അപ്പോഴാണ് അവരുടെ മുകളിൽ കൂടി ഭാര്യ പിതാവിനെ കാണാൻ വേണ്ടി അദ്ദേഹം ഈ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്തത്. അവിടെ ധാർമ്മികമായി എന്തെല്ലാം പറഞ്ഞാലും സതീശൻ ചെയ്തത് തെറ്റാണ് എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. കാരണം അദ്ദേഹം ഏറ്റവും കൂടുതൽ ശബ്ദമുയർത്തിയത് ഈ ഹെലികോപ്റ്ററിന് എതിരെയായിട്ടായിരുന്നു. ഖജനാവിനെ കട്ടുമുടിക്കുന്ന ഒരു ഹെലികോപ്റ്റർ എന്ന നിലയിലാണ് അദ്ദേഹം പ്രതിപക്ഷത്തായിരുന്നപ്പോൾ പറഞ്ഞിരുന്നതും പ്രവർത്തിച്ചിരുന്നതും. പക്ഷേ ഭരണത്തിലേറുന്നതിന് തൊട്ടു മുൻപ് തന്നെ അദ്ദേഹം ആകാശയാത്ര തുടങ്ങിക്കഴിഞ്ഞു. ഇനിയും നമ്മൾ കാണേണ്ടിയിരിക്കുന്നു സതീശന്റെ ആകാശയാത്രകൾ. അങ്ങനെ കേരളീയർ പ്രളയത്തിൽപ്പെട്ട് നരകിക്കുമ്പോഴും നമുക്ക് മുകളിൽ കൂടി പറന്ന് പാറുകയാണ് വി.ഡി. സതീശൻ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.